Hi dear students, welcome back to our English classes. Good morning. So in the previous class, we learned about the importance of the paper literary criticism and theory, the purpose of the paper literary criticism and theory, and then Horace, a brief introduction about Horace, who was Horace and in which period he lived, and which are the famous works of Horace, such kind of things. And later we discussed his observations regarding with on poetry and on drama. That we have to discuss now, drama and poetry, the detailed study that we are going to discuss now. So in the previous class I told you he found some of his observations related with poetry, and the six things: nature of poetry, function of poetry, subject matter of poetry, language of poetry, kind of poetry, then role and nature of poetry, and so on. Okay, so the six things, and from these things, the first three things that we are going to discuss now. അതായത് nature എങ്ങനെയായിരിക്കണം, how should be a nature of poetry, then the subject matter, and then function. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൊറൈസിൻ്റെ ഒബ്സർവേഷൻ, പോയട്രിയുടെ മേലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷന് ഈ ഒരു 6 കാര്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവയാണ്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങളാണ്, 3 ഹെഡിങ്ങുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള 3 കാര്യങ്ങൾ, 3 ഹെഡിങ്സ് അല്ലെങ്കിൽ 3 ഒബ്സർവേഷൻസ്, അത് നമ്മൾ പിന്നീട് ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. ലിറ്റററി ക്രിറ്റിസിസം ആയതുകൊണ്ട് ഇത് പതിയെ പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അതല്ല എങ്കിൽ ഒരു കൺഫ്യൂഷൻ അവിടെ ഒരു ചാൻസ് ഉണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ് ആൻഡ് ഡോണ്ട് ബി കൺഫ്യൂസ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പോയട്രിയുടെ മേൽ നടത്തിയിട്ടുള്ള ആ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, ആ 6 ഹെഡിങ്ങിലായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, നേച്ചർ ഓഫ് പോയട്രി, ഫങ്ഷൻ ഓഫ് പോയട്രി, സബ്ജക്റ്റ് മാറ്റർ ഓഫ് പോയട്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ആദ്യത്തെ 3 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു വെച്ച 3 എണ്ണം ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് പോയട്രി, ഒരു കവിതയുടെ നേച്ചർ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ ഫങ്ഷൻ ഓഫ് പോയട്രി, എന്തൊക്കെയായിരിക്കണം ഫങ്ഷൻസ്, അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് പോയട്രി, ഒരു കവിതയുടെ സബ്ജക്റ്റ് മാറ്റർ എങ്ങനെയായിരിക്കണം, അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങളിൽ, ഈ 3 കാര്യങ്ങളിൽ നമ്മുടെ ഹൊറൈസ് പറഞ്ഞു വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ വിഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ബേസ്ഡ് ഒരു സ്റ്റഡിയാണ്, അല്ലെങ്കിൽ പോയിൻ്റ് ബേസ്ഡ് ഒരു ഡിസ്കഷനാണ് ഇവിടെ ഇന്ന് ഉള്ളത്. സോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ് റൂമിലേക്ക് പോവാം. So now let us discuss about his visions about poetry, and the first point is nature of poetry. എങ്ങനെയായിരിക്കണം ഒരു കവിതയുടെ നേച്ചർ എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പോയിൻ്റ് ആക്കിയിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈസി ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് പറയുന്നത്, ഹൊറൈസ് ഡിഡ് നോട്ട് ഡയറക്ട്ലി കോൾ ദ പ്രോസസ് ഓഫ് കമ്പോസിഷൻ ഓഫ് പോയട്രി ആസ് ഇമിറ്റേഷൻസ് ആസ് സെഡ് ബൈ പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ, ബട്ട് indirectly called the poet an imitator. This is the first point. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഹൊറൈസ് ഡിഡ് നോട്ട് ഡയറക്ട്ലി കോൾ ദ പ്രോസസ് ഓഫ് കമ്പോസിഷൻ ഓഫ് പോയട്രി ആസ് ഇമിറ്റേഷൻസ്. ഈ ഒരു പ്രോസസ് ഓഫ് കമ്പോസിഷൻ ഓഫ് പോയട്രി ഉണ്ടല്ലോ, ഈ കവിത എഴുത്ത്, ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ ഇമിറ്റേഷൻ എന്ന് വിളിച്ചില്ല ആര്? ഹൊറൈസ്. ആരെപ്പോലെ? പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ. അപ്പോൾ പ്ലേറ്റോ അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ, ഇവർ 2 പേരും ഈ ഒരു കമ്പോസിഷൻ ഓഫ് പോയട്രി അതിനെ ഇമിറ്റേഷൻ എന്ന് ഡയറക്റ്റ്ലി പ്രത്യക്ഷത്തിൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ മുമ്പ് അത് പഠിച്ചതാണ്, പ്ലേറ്റോയെക്കുറിച്ചും അരിസ്റ്റോട്ടിലിനെ കുറിച്ചും അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഹൊറൈസ് എന്ത് ചെയ്തില്ല? അവരെ പോലെ ഡയറക്റ്റ്ലി ഈ ഒരു കവിത, ആ ഒരു പ്രോസസ്സിനെ, കവിത എഴുത്ത് എന്നുള്ളൊരു പ്രോസസ്സിനെ ഡയറക്റ്റ്ലി അദ്ദേഹം അതൊരു ഇമിറ്റേഷനാണ് എന്ന് വിളിച്ചില്ല. പക്ഷേ ഇൻഡയറക്ട്ലി, ഉള്ളുകൂടെ, ബട്ട് ഇൻഡയറക്ട്ലി കോൾഡ് ദ പോയറ്റ് ആൻഡ് ഇമിറ്റേറ്റർ. ഇൻഡയറക്ട്ലി അദ്ദേഹം പോയറ്റിനെ എന്തെന്ന് വിളിച്ചിട്ടുണ്ട്? ഇമിറ്റേറ്റർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അദ്ദേഹം ഡയറക്ട്ലി കവിതയുടെ പ്രോസസ്സിനെ ഇമിറ്റേഷൻ എന്ന് വിളിച്ചില്ല, പക്ഷേ ഇൻഡയറക്ട്ലി അദ്ദേഹം പോയറ്റിനെ ഇമിറ്റേറ്റർ എന്ന് വിളിച്ചിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, he extends poetry is based on fiction or amalgamation of facts and fantasy but should express truth.
അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഹി എക്സ്റ്റെൻസ് പോയട്രി ഈസ് ബേസ്ഡ് ഓൺ ഫിക്ഷൻ. പോയട്രി എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ബേസ്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്? ഫിക്ഷൻ ബേസ്ഡ് ആയിരിക്കണം. ഓക്കെ, ഫിക്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ മുമ്പൊരിക്കലും ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്ഷണൽ റൈറ്റിംഗ്സ് ആൻഡ് നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ്. അപ്പോൾ ഫിക്ഷണൽ റൈറ്റിംഗ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇമാജിനേഷൻ ഹാവ് എ പ്ലേസ്. സച്ച് കൈൻഡ് ഓഫ് റൈറ്റിംഗ്സ് ആർ നോൺ ആസ് ഫിക്ഷണൽ റൈറ്റിംഗ്സ്. ഫോർ എക്സാമ്പിൾ സ്റ്റോറീസ്, പോംസ്, നോവല്ല, ഇതൊക്കെ എന്താണ്? ഫിക്ഷണൽ റൈറ്റിംഗ്സ് ആണ്. അതായത് അവിടെ ഇമാജിനേഷൻ കളിക്കുന്നുണ്ട്. സങ്കല്പത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് കഥകൾ എഴുതാം, അല്ലെങ്കിൽ കവിതകൾ എഴുതാം, അതല്ലെങ്കിൽ കണ്ടൻറ്റ് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാം. അപ്പോൾ ഇമാജിനേഷന് ഒരു വലിയൊരു റോൾ ഉള്ള റൈറ്റിങ്സ് ആണ് ഈ ഫിക്ഷണൽ റൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ. സോ നമ്മുടെ ഹൊറൈസ് പറയുന്നത് പോയട്രി ഈസ് ബേസ്ഡ് ഓൺ ഫിക്ഷൻ. അദ്ദേഹം പറഞ്ഞു കവിത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിക്ഷൻ. ഓർ അല്ലെങ്കിൽ അമാൽഗമേഷൻ ഓഫ് ഫാക്ട്സ്. വാട്ട് ഡു യു മീൻ ബൈ അമാൽഗമേഷൻ? അമാൽഗമേഷൻ മീൻസ് കൂടിച്ചേരുക, സമ്മിശ്രം എന്നുള്ളൊരു മീനിങ് ആണ്. ഓഫ് ഫാക്ട്സ് ആൻഡ് ഫാൻറ്റസി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയട്രി എന്ന് പറയുന്നത് ഫിക്ഷനാണ്, ഫിക്ഷണൽ റൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ അത് ഫിക്ഷൻ ബേസ്ഡ് ആയിരിക്കണം. അതല്ല എങ്കിൽ അതെന്തായിരിക്കണം? അമാൽഗമേഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫാൻറ്റസി. ഫാക്ട്സിൻ്റെയും അതുപോലെ തന്നെ ഫാൻറ്റസിയുടെയും ഒരു കൂടിച്ചേരലായിരിക്കണം കവിത എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സത്യാവസ്ഥയും വേണം, പിന്നെ കുറച്ചൊക്കെ ഫാൻറ്റസിയും വേണം. ഓക്കെ, പക്ഷേ ഷുഡ് എക്സ്പ്രസ് ട്രൂത്ത്. അദ്ദേഹം ഡിമാൻഡ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് സത്യം ഉണ്ടായിരിക്കണം. കവിത എഴുത്ത് അതിൽ സത്യം ഉണ്ടായിരിക്കണം. ഷുഡ് എക്സ്പ്രസ് ട്രൂത്ത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കവിത ഫാൻറ്റസി മിക്സ് ചെയ്തോട്ടെ, ഫാക്റ്റ് മിക്സ് ചെയ്തോട്ടെ, നോ പ്രോബ്ലം, ബട്ട് ഇറ്റ് ഷുഡ് ബി ട്രൂത്ത്. കവിത എഴുത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതിലെന്തുണ്ടായിരിക്കണം? ട്രൂത്ത് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് എക്സ്പ്രസ് ട്രൂത്ത്. സോ ദ തേർഡ് പോയിന്റ് he told poetry a creative attempt and embodiment of beauty of human life and custom. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പോയട്രിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോയട്രി എ ക്രിയേറ്റീവ് അറ്റംപ്റ്റ്. ഒരു ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് റൈറ്റിംഗ് പോം എന്ന് പറയുന്നത്. ആൻഡ് കഴിഞ്ഞിട്ടില്ല, എംബോഡിമെൻറ്റ് ഓഫ് ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് കസ്റ്റം. അദ്ദേഹം പറഞ്ഞത് ഹ്യൂമൻ ലൈഫ്, നമ്മുടെയൊക്കെ ജീവിതം, അതുപോലെ തന്നെ കസ്റ്റം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പൂർത്തീകരിക്കലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു എംബോഡിമെൻ്റാണ്, മൂർത്തി രൂപമാണ് എന്തെന്ന് പറയുന്നത്? പോയട്രി എന്ന് പറയുന്നത്. സോ ഇൻ എ പോം വി ക്യാൻ റിഫ്ലക്റ്റ് ദ ഹ്യൂമൻ ലൈഫ് ആൻഡ് കസ്റ്റം. കവിതയിൽ ഹ്യൂമൻ ലൈഫും അതുപോലെ തന്നെ കസ്റ്റം അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. അതിൻ്റെയൊക്കെ ഒരു രൂപം ആണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടിയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? കവിത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ അതൊരു ക്രിയേറ്റീവ് അറ്റംപ്റ്റാണ്. ഹ്യൂമൻ ലൈഫ് എക്സ്പ്രസ് ചെയ്യുക, അതുപോലെ കസ്റ്റം അത് എക്സ്പ്രസ് ചെയ്യുക, ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ക്രിയേറ്റീവ് അറ്റംപ്റ്റ്. അതൊരു ക്രിയേറ്റീവ് അറ്റംപ്റ്റാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം നേച്ചർ ഓഫ് പോയട്രിയിൽ പറയുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് പോയട്രിയിൽ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു 3 പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒന്നും കൂടി ആ 3 പോയിന്റുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കാണാം, ഹൊറൈസ് ഡയറക്റ്റ്ലി കവിത എഴുത്തിനെ, ആ ഒരു പ്രോസസ്സിനെ ഇമിറ്റേഷൻ എന്ന് വിളിച്ചില്ല. ആരെ പോലെ? പ്ലേറ്റോയെ പോലെ, അരിസ്റ്റോട്ടലിനെ പോലെ. പക്ഷേ ഇൻഡയറക്റ്റ്ലി അദ്ദേഹം എന്ത് വിളിച്ചു? പോയറ്റിനെ ഇമിറ്റേറ്റർ എന്ന് വിളിച്ചിട്ടുണ്ട്. ആ ഒരു പോയിൻ്റാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. രണ്ടാമത് നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പോയട്രി അത് ഫാക്റ്റും അതുപോലെ തന്നെ ഫാൻറ്റസിയും ഒക്കെ മിക്സ് ചെയ്തോട്ടെ, ബട്ട് ഇറ്റ് ഷുഡ് എക്സ്പ്രസ് ട്രൂത്ത്. ആ ഒരു സംഭവമാണ് അദ്ദേഹം രണ്ടാമത്തെ പോയിന്റിൽ ഡിസ്കസ് ചെയ്തത്. മൂന്നാമത്തെ പോയിന്റിൽ അദ്ദേഹം പറഞ്ഞത് പോയട്രി ഈസ് എ ക്രിയേറ്റീവ് അറ്റംപ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. വൈ പോയട്രി ഈസ് എ ക്രിയേറ്റീവ് അറ്റംപ്റ്റ്? എന്തുകൊണ്ടാണ് പോയട്രി ഒരു ക്രിയേറ്റീവ് അറ്റംപ്റ്റ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്? കാരണം അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എംബോഡിമെൻറ്റ് ഓഫ് ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ലൈഫ് ആൻഡ് കസ്റ്റം. ഹ്യൂമൻ ലൈഫും അതുപോലെ തന്നെ കസ്റ്റമും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബ്യൂട്ടിഫുള്ളായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ ക്രിയേറ്റീവ് അറ്റംപ്റ്റ്. ഇത്തരം കാര്യങ്ങളാണ് പോയട്രിയെക്കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പോയട്രിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചറിനെ കുറിച്ചിട്ട്, പോയട്രിയുടെ നേച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇനി അതിൻ്റെ ഫങ്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ കാര്യം, ഫങ്ഷൻ ഓഫ് പോയട്രി.
എന്തൊക്കെയാണ് പോയട്രിയുടെ ഫങ്ഷൻസ്? നമ്മുടെ ഹൊറേസിൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് പോയട്രിയുടെ ഫങ്ഷൻസ് എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഹി എംഫസൈസ്ഡ് 2 മേജർ എലമെൻറ്റ്സ്. അദ്ദേഹം 2 എലമെൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, എ പോയറ്റ് ഹാസ് 2 ബേസിക് ഡിസയേഴ്സ് ഇൻ കമ്പോസിഷൻ ഓഫ് പോയട്രി. ഒരു പോയറ്റ് അദ്ദേഹം കമ്പോസ് ചെയ്യുകയാണ്, അദ്ദേഹം ഒരു പോം എഴുതുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പോയട്രി എഴുതുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ 2 ബേസിക് ഡിസയേഴ്സ് ആർ ദർ. ഓക്കെ, സോ എ പോയറ്റ് ഹാസ് 2 ബേസിക് ഡിസയേഴ്സ് ഇൻ കമ്പോസിഷൻ ഓഫ് പോയട്രി. The first one, to improve or reform. The next, to please or entertain. സോ ഒരാളൊരു കവിത എഴുതുന്ന സമയത്ത് ഈ 2 ഉദ്ദേശ ലക്ഷ്യം വെച്ചിട്ടാണ് എഴുതുന്നത് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ 2 ആഗ്രഹങ്ങളാണ് അയാളുടെ ഉള്ളിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ടു ഇംപ്രൂവ് ഓർ റിഫോം, മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് അല്ലേ. രണ്ടാമത്തതോ ടു പ്ലീസ് ഓർ എൻ്റർടൈൻ, സന്തോഷിപ്പിക്കുക, അതല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക റീഡറിനെ എന്നുള്ളൊരു കാര്യം. ഈ 2 ഫങ്ഷൻസാണ് ഹൊറേസ് പറയുന്നത്. പോയട്രിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ടു ഇംപ്രൂവ് ഓർ റിഫോം, ഓരോ കവിതയും എഴുതുന്നത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വയം കവിക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്, അതിന് പുറമെ സൊസൈറ്റിയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സൊസൈറ്റിയിലൊരു റിഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിന് തിരികൊളുത്തുക എന്നുള്ളൊരു ഫങ്ഷൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ ടു പ്ലീസ് അതല്ലെങ്കിൽ ഓർ ടു എൻ്റർടൈൻ എന്നുള്ളൊരു ഫങ്ഷനും അവിടെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, ഇപ്പം നമ്മൾ പറഞ്ഞത് ഹി എംഫസൈസ്ഡ് 2 മേജർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു അല്ലേ. ഹി എംഫസൈസ്ഡ് 2 മേജർ എലമെൻറ്റ്സ്. അതിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എ പോയറ്റ് ഹാസ് 2 ബേസിക് ഡിസയേഴ്സ് ഇൻ കമ്പോസിഷൻ ഓഫ് പോയട്രി. അതേതൊക്കെയാണ്? ഒന്ന് ടു ഇംപ്രൂവ് ഓർ റിഫോം, മറ്റൊന്ന് ടു പ്ലീസ് ഓർ എൻ്റർടൈൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എ പോയറ്റ് ക്യാൻ അച്ചീവ് ഇമ്മോർട്ടാലിറ്റി or fulfill his purpose of writing if he synthesizes these both elements of improving and pleasing. Okay, so ഒരു പോയറ്റ്, ആ ഒരു പോയറ്റിനൊരു ഇമ്മോർട്ടാലിറ്റി ലഭിക്കുന്നത്. what do you mean by immortality? മോർട്ടൽ, ഇമ്മോർട്ടൽ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സുകളായിരിക്കും. നമ്മൾ മുമ്പൊരിക്കൽ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഓഡോണിഗ്രേഷൻ ഏണിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏണിൻ്റെ അല്ലെങ്കിൽ അതിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സിൻ്റെയൊക്കെ ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ച് പ്രൈസ് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ നടത്തുന്നുണ്ട് അല്ലേ. അനശ്വരമായത്, മരിക്കാത്തത്, ഇമ്മോർട്ടൽ. സോ ഒരു പോയറ്റ് ഇമ്മോർട്ടൽ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 2 ഫങ്ഷൻസും കൈകാര്യം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ 2 ഫങ്ഷൻസും പ്രകടിപ്പിക്കുമ്പോൾ, എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്, തൻ്റെ കവിതയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഒരു കവി ഇമ്മോർട്ടൽ ആവുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെ? ഏതൊക്കെയാണത്? ബോത്ത് എലമെൻറ്റ്സ് ഓഫ് ഇംപ്രൂവിങ് ആൻഡ് പ്ലീസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപ്രൂവിങ് അല്ലെങ്കിൽ റിഫോം, അതുപോലെ തന്നെ പ്ലീസിങ് അല്ലെങ്കിൽ എൻ്റർടൈൻ, ഈ 2 ഫങ്ഷൻസും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തൻ്റെ കവിതകളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഒരു കവി ഇമ്മോർട്ടലായി മാറുന്നത്, അതുപോലെ ഒരു കവിത ഇമ്മോർട്ടലായി മാറുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഓക്കെ, സോ ഫങ്ഷനെ കുറിച്ചിട്ട് ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, പക്ഷേ പോയിൻറ്റുകളൊന്നും മിസ്സാവാത്ത രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് ഓഫ് പോയട്രിയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് ടു ഇംപ്രൂവ് ഓർ റിഫോം, അതുപോലെ തന്നെ ടു പ്ലീസ് ഓർ ടു എൻ്റർടൈൻ. ഈ 2 കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് ഒരു കവി അല്ലെങ്കിൽ ഒരു കവിത ഇമ്മോർട്ടലായി മാറുന്നത്, അല്ലെങ്കിൽ ആ കവിയുടെ ഒരു പേർപ്പസ് അല്ലെങ്കിൽ കവിതയുടെ പേർപ്പസ് ഫുൾഫിൽ ആവുന്നത് ഇങ്ങനെ ഈ 2 ഫങ്ഷൻസിലൂടെ പോകുമ്പോഴാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ആൻഡ് ഫൈനലി വി ഹാവ് ടു ഡിസ്കസ് ദ സബ്ജക്റ്റ് മാറ്റർ. ദെൻ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആൻഡ് യൂണിഫോം. അപ്പോൾ ഒരു കവിതയുടെ സബ്ജക്റ്റ് മാറ്റർ എങ്ങനെയായിരിക്കണം? സിമ്പിളായിരിക്കണം, സിമ്പിൾ ആൻഡ് യൂണിഫോം ആയിരിക്കണം. ഇവിടെ സിമ്പിൾ ദറ്റ് മീൻസ് ഫെമിലിയർ ടു റീഡേഴ്സ് ഓർ ഓഡിയൻസ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഫെമിലിയർ ആയിരിക്കണം, റീഡേഴ്സിന് അതുപോലെ തന്നെ ഓഡിയൻസിനൊക്കെ അത് ഫെമിലിയർ ആയിരിക്കണം. വളരെയധികം ഡിഫിക്കൽറ്റി ഉള്ള അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള, സാധാരണക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് മാറ്ററൊന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിന്? ഫോർ ദ കമ്പോസിഷൻ ഓഫ് പോയട്രി. The poet must choose the theme as per his capacity so that he could weigh the weight on his shoulders. അതുപോലെ തന്നെ പോയറ്റ് ഒരു കവിതയ്ക്ക് വേണ്ടിയിട്ടൊരു സബ്ജക്റ്റ് മാറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ തോളിൽ, അദ്ദേഹത്തിന് ഭാരം
തൂക്കാൻ കഴിയും വിധത്തിലുള്ള വെയിറ്റ് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. വലിയ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് കഴിയുന്നത് തന്നാലാവുന്ന സബ്ജക്റ്റ് മാറ്റർ മാത്രം എടുത്താൽ മതി. വലിയ വളരെയധികം വെയിറ്റുള്ള വളരെയധികം ടഫുള്ള സബ്ജക്റ്റ് മാറ്റർ ഒന്നും എടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു അഭിപ്രായം ആർക്കുണ്ടായിരുന്നു? ഹൊറൈസിന് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഷുഡ് അവോയ്ഡ് ഇറലവൻ്റ് ആൻഡ് പേർപ്പസ്ലെസ് സബ്ജക്റ്റ്. അതുപോലെ തന്നെ ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു പേർപ്പസും ഇല്ലാത്ത സബ്ജക്റ്റുകൾ, അനാവശ്യമായിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററുകളൊക്കെ മാക്സിമം കവിതയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളൊരു അഭിപ്രായം കൂടി ഹൊറൈസിന് ഉണ്ടായിരുന്നു. സോ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഹൊറൈസ് പറയുന്നത്. സോ സിമ്പിൾ ആൻഡ് യൂണിഫോം, ആൻഡ് സിമ്പിൾ മീൻസ് ഫെമിലിയർ ടു റീഡേഴ്സ്. ദെൻ ദ പോയറ്റ് മസ്റ്റ് ചൂസ് ദ തീം ആസ് പെർ ഹിസ് കപ്പാസിറ്റി. അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള തീംസുകൾ അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ അദ്ദേഹം കൈക്കൊണ്ടാൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ആൻഡ് ഷുഡ് അവോയ്ഡ് ഇറലവൻറ്റ് ആൻഡ് പേർപ്പസ്ലെസ് സബ്ജക്റ്റ്. ഒരു പേർപ്പസും ഇല്ലാത്ത അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ഒഴിവാക്കാം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നു. ഓക്കെ, സോ ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ബാക്കി ഇനിയൊരു 3 പോയിൻറ്റ്സുകൾ കൂടി നമുക്ക് 3 പോയിൻറ്റ്സ് അല്ല 3 ഹെഡിങ്സുകൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഉണ്ട്. ടൈപ്സ്, കൈൻഡ്സ്, അതുപോലെ തന്നെ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി അത് പതിയെ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഒന്നിച്ച് പറയുന്ന സമയത്ത് പല സമയത്തും കൺഫ്യൂഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിന് വഴിയൊരുക്കുന്നില്ല. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കുറച്ച് കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ കുറച്ച് കാര്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ഹൊറൈസ് അദ്ദേഹത്തിൻ്റെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ മേലെയുള്ള ഒബ്സർവേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. 6 കാര്യങ്ങളാണ് അദ്ദേഹം 6 കാര്യങ്ങളിലായിട്ട് അല്ലെങ്കിൽ 6 ഹെഡിങ്ങുകളിലായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ 3 എണ്ണമാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദാറ്റ് നേച്ചർ ഓഫ് പോയട്രി, ദെൻ ഫങ്ഷൻ ഓഫ് പോയട്രി, ആൻഡ് ഫൈനലി സബ്ജക്റ്റ് മാറ്റർ ഓഫ് പോയട്രി. ഓക്കെ, സോ ബൈ.